ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടി കൊണ്ട് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പഞ്ഞ് പോലത്തെ സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള അതേ ചേരുവകൾ കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണിത്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടാവുന്ന അടിപൊളി സ്നാക്സ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ ഒരുപാട് നല്ല വെട്ടിത്തിളച്ച വെള്ളമല്ല, ഒരു മീഡിയം ചൂടുള്ള, നമ്മുടെ കൈകൊണ്ടൊക്കെ തൊട്ടാൽ കുഴപ്പമില്ലാത്ത ആ ഒരു ചൂടുള്ള പരുവത്തിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ ഒരു സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനാണ്. അപ്പോഴാണ് നമ്മുടെ പലഹാരവും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 1 സ്പൂൺ അളവിലാണ് നെയ്യ് എടുത്തിട്ടുള്ളത്. നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. നെയ്യാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല മണമൊക്കെ കിട്ടും. അതിനു വേണ്ടിയാണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യിപ്പോൾ ഞാൻ ഉരുക്കിയിട്ടൊന്നുമല്ല ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഉരുക്കി എടുക്കണമെന്നില്ല, നമ്മളിതിൽ മാവൊക്കെ ഇട്ട് ഇനി കുഴച്ചെടുക്കാനുള്ളതല്ലേ. അപ്പോൾ ഇത് തനിയെ അങ്ങ് സെറ്റ് ആയിക്കോളും. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് ചിരകിയ തേങ്ങയാണ്. അടുത്തതായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. 2 കപ്പ് ഗോതമ്പ് പൊടിയിലും ഓരോ കപ്പും ഇതുപോലെ നിറച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു അളവ്. ഇതിൽ 1 കപ്പ് വെള്ളത്തിന് 2 കപ്പ് മാവ് കറക്റ്റ് അളവാണ്. ഇനിയിപ്പോൾ ഞാനിത് ആദ്യം തന്നെ യോജിപ്പിച്ചെടുക്കുന്നത് ഇതുപോലൊരു സ്പാച്ച് വെച്ചിട്ടാണ്. കൈവച്ച് യോജിപ്പിച്ചെടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഇത് വെള്ളവും മാവുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്പാച്ച് മാറ്റിയതിന് ശേഷം കൈവച്ച് നന്നായിട്ട് ഇതൊന്ന് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന അതേപോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഇത് കുഴച്ചെടുക്കാനായിട്ട് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തതുകൊണ്ട് ഒരുപാട് ബലം പ്രയോഗിച്ചൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് മാവിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവം വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലപോലെ ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ ഈ മാവ് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാവിൻ്റെ കറക്റ്റ് ഒരു പരുവം. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിലോ എണ്ണയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഏത് ഷേപ്പിലാണെങ്കിലും ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതാ ഒരുപാട് അങ്ങ് വലിപ്പത്തിലുമല്ല, നല്ല ചെറുതായിട്ടുമല്ല, എന്നാൽ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതാ ഇതേപോലെ തന്നെ എല്ലാ മാവിലും ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഒരുപാട് അങ്ങ് ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം കരിഞ്ഞു പോവും, ഉള്ളു വേവുകയില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ ഭാഗവും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല കറക്റ്റ് ഒരു പരുവത്തിൽ വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ള മാവ് ഒന്ന് കറക്റ്റായിട്ട് ആദ്യം തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാൻ നോക്കുക. ഇപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തതെല്ലാം കറക്റ്റ് ഒരു പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുവാണ്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ ബോൾസും ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നല്ലൊരു പലഹാരമാണിത്. ഇതുപോലെ എല്ലാം തന്നെ ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. എന്നിട്ടിനി അടുത്തതായിട്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കിപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു 150 ഗ്രാം ശർക്കരയിൽ 250 ml കപ്പിൻ്റെ വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. ഉരുക്കിയെടുത്ത ശർക്കര അരിപ്പയിൽ അരിച്ച് കരടെല്ലാം മാറ്റിയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു 3 ഏലക്കയും 1 സ്പൂൺ അളവിൽ നെയ്യും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ശർക്കരപ്പാനി നല്ല പോലെ ഒന്ന് തിളച്ചിട്ട് വരുമ്പം നമ്മൾ ഉടനെ തന്നെ അതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളതെല്ലാം ആ ഒരു ചൂടോടെ തന്നെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം കൂട്ടി വയ്ക്കുക. ഇനി ഈ ഒരു പലഹാരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു മധുരം എത്തുന്നതിന് വേണ്ടി ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ ഒരു ശർക്കരപ്പാനി മുഴുവനായിട്ടൊന്ന് വറ്റി വരണം. അതുവരേക്കും നമ്മൾ ഇതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പം ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് ആ ഒരു മധുരം ഇറങ്ങിച്ചെല്ലും.
ഇപ്പോൾ ദാ ശർക്കരപ്പാനി ഒരുപാട് അങ്ങ് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു പരുവം. ഇത്രയും മാത്രം വറ്റിച്ചെടുത്താൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിൽ തന്നെ വെച്ചിരിക്കരുത്, അത് ഒട്ടിപ്പിടിച്ച് പോവും. അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഞാനിപ്പോൾ ദാ ഇതെല്ലാം ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് റെഡിയായി കിട്ടിയിട്ടുള്ളതെന്ന്. ഒരു ബുദ്ധിമുട്ടുമില്ല ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി. വളരെ സിമ്പിളാണ്. ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിലേക്ക് വെച്ച് കൊടുക്കാനും അതുപോലെ തന്നെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് ചായയുടെ കൂടെ കഴിക്കാനും ഒക്കെ പറ്റിയ നല്ല കിഡിലൻ ഒരു ഐറ്റമാണിത്. ഇനി ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം, ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.